ഹായ് ഫ്രണ്ട്സ്, കാശ്മീരിലേക്കുള്ള ട്രിപ്പാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനുള്ളത്. 4 ദിവസമാണ് കാശ്മീരിലുണ്ടാവുക. അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾക്കായിട്ട് ഞാൻ പങ്കുവെക്കാം. നിലമ്പൂരിൽ നിന്ന് നിലമ്പൂർ പാലക്കാട് എക്സ്പ്രസ്സിൽ പാലക്കാട്ടേക്കും അവിടുന്ന് ജമ്മു താവി എക്സ്പ്രസ്സിൽ നമ്മൾ ജമ്മുവിൽ എത്തിച്ചേരും. ഏതാണ്ട് 3 രാത്രി 2 പകൽ നീളുന്ന യാത്ര കൊണ്ടാണ് നമ്മൾ ജമ്മുവിൽ എത്തിച്ചേരുക. രാത്രി 11 മണിക്കായിരുന്നു നമ്മൾ ജമ്മു താവി എക്സ്പ്രസ്സിന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കയറി. പുലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി നമ്മൾ നേരം വെളുത്തപ്പോഴേക്ക് നമ്മൾ കട്ട്പാടി എത്തിയിട്ടുണ്ട്. കട്ട്പാടി എത്തി അവിടെ നിന്ന് ഏതാണ്ട് നമ്മൾ മൊത്തത്തിൽ ഏതാണ്ട് ഒരു 11ഓളം സ്റ്റേറ്റുകൾ നമ്മൾ കവർ ചെയ്യാറുണ്ട്. കേരളം മുതൽ ജമ്മു കാശ്മീർ വരെ നമ്മൾ ഏതാണ്ട് 11ഓളം സ്റ്റേറ്റ് കവർ ചെയ്തിട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് 2 സംസ്ഥാനമായിട്ട് മാറിയ ആന്ധ്രാപ്രദേശിലെ ആന്ധ്ര എന്നുള്ള സംസ്ഥാനത്ത് കൂടിയാണ്. ഇതിൽ നമ്മുടെ ചുറ്റും കടുകിൻ്റെയും അതേപോലെ നെല്ലിൻ്റെയൊക്കെ പാടങ്ങളാണ്. വളരെ വിശാലമായിട്ടുള്ള നോക്കത്താ ദൂരത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന പാടങ്ങളൊക്കെ കാഴ്ചകളാണ്. പാടങ്ങളും അതുപോലെ കൃഷിസ്ഥലങ്ങളൊക്കെ പിന്നിട്ടുകൊണ്ടാണ് നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിവരണം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരൻ്റെ വീഡിയോയിൽ അനീഷ് പുന്നൻ പീറ്റർ പറയണ പോലുള്ള അത്രയ്ക്ക് വിശദമായിട്ട് പറയാനുള്ളൊരു സാമർഥ്യം അല്ലെങ്കിൽ അതിന് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടില്ല. അപ്പോൾ വിവരണങ്ങളിൽ വരുന്ന ഒരു കുറവുകളൊക്കെ അങ്ങോട്ട് ക്ഷമിക്കുക. നമ്മൾ മാത്രമല്ല, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും ഇപ്പം എത്തുന്ന സമയത്ത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഈ തീവണ്ടിയിൽ ഇരുന്നിട്ടുള്ള ഷൂട്ടിംഗ് അല്ലേ, അപ്പോൾ അതിന് കുറേ പരിമിതികളൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ കിട്ടാവുന്നിടത്തോളം കാഴ്ചകൾ ഞാൻ വീഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട്. ആന്ധ്രയിലുള്ള വിജയവാഡ എന്നുള്ള സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ എത്തിയതിപ്പോൾ. ഇതേപോലെ പല സ്റ്റേഷനുകൾ നമുക്ക് രാത്രി ആയതുകൊണ്ടും അതേപോലെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടും പല സ്ഥലങ്ങളും നമുക്ക് എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ വിജയവാഡ എന്നുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ. അങ്ങനെ നമ്മളെ ട്രെയിന് ആന്ധ്രാപ്രദേശ് പിന്നിട്ട് തെലങ്കാനയിൽ പ്രവേശിച്ചു. തെലങ്കാനയിലും ആന്ധ്രയിലൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈ കൃഷിസ്ഥലങ്ങളുടെയും അതേപോലെ പരന്ന് കിടക്കുന്ന കടുക് പാടങ്ങളുടെയും അതേപോലെ നെൽപ്പാടങ്ങളുടെയൊക്കെ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് കൂടുതലും. ചിലപ്പോൾ നമുക്കതൊരു ആവർത്തന വിരസയൊക്കെ തോന്നാം. പക്ഷേ ഇത് നമ്മൾ ഈ ഒരു രാജ്യത്തിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളെയൊക്കെ കാഴ്ചകൾ കാണുന്ന ത്രില്ലിലാണ് ഞാനുള്ളത്. അതൊരു യാത്ര ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ഒരു ആദ്യമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴുള്ളൊരു കൗതുകം ഒക്കെ പിന്നെ കുട്ടികളെ പോലെ ഇങ്ങനെ ജനലിൽ കൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. നമ്മുടെ നാട് പോലെയല്ല പല നാടുകളും എന്നുള്ളതും അതിൻ്റെ നമ്മുടെ നാടിനെയും നമ്മളെ കേരളത്തിൻ്റെ അതുപോലെ മറ്റു പുറമുള്ള സംസ്ഥാനങ്ങളൊക്കെ പ്രത്യേകതകളും കാര്യങ്ങളും കൃഷിയിലാണെങ്കിലും മറ്റ് ജീവിത രീതിയിലാണെങ്കിലൊക്കെ നമുക്ക് കുറച്ച് ഒരു സമയം കൊണ്ട് നമുക്കതൊക്കെ ഈ ഒരു യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ യാത്ര ഇപ്പോൾ 2ാം ദിവസത്തിലേക്ക് കടന്നു. 2ാം ദിവസം നേരം വെളുത്തു. ട്രെയിൻ തന്നെയാണ്. ട്രെയിൻ യാത്രയിലെ 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ പകലിലേക്ക് ഇങ്ങനെ നമ്മൾ എണീറ്റ് വന്നിട്ട് രാവിലെയുള്ള കാഴ്ചകളാണ്. ചുറ്റും മൂടൽമഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ കാഴ്ചകൾക്കൊക്കെ ഒരു മങ്ങലുണ്ട്. നമുക്ക് ചുറ്റുപാടുള്ള കാഴ്ചകളൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. മൊബൈലിൽ പകർത്താൻ പറ്റും. അങ്ങനെ 2ാമത്തെ ദിവസത്തെ യാത്രയിൽ നമ്മൾ മധ്യപ്രദേശിലെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഇറ്റാർസി എന്ന പേരുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണത്. ഇറ്റാർസി അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഭോപ്പാലിന് ഏകദേശം അടുത്തായിട്ടാണ് ഇറ്റാർസി ഉള്ളത്. മധ്യപ്രദേശ് എന്നുള്ള സംസ്ഥാനത്തേക്ക് നമ്മൾ കയറി.
അവിടുന്ന് ഇറ്റാർസി റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള കാഴ്ചകളാണ്. നേരം ഇപ്പോൾ 12 മണിയോടൊക്കെ അടുത്തൊരു സമയമായിട്ടുണ്ടെങ്കിലും മൂടൽമഞ്ഞ് മാറാത്തതുകൊണ്ട് തന്നെ ശരിക്ക് വെയിലൊന്നും തെളിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ മധ്യപ്രദേശ് കൂടെ തന്നെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇവിടെ ഈ ഒരു മൂടൽമഞ്ഞിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ട് തന്നെ ട്രെയിനുകളൊക്കെ ലേറ്റ് ആവുന്നൊരു പ്രശ്നം കൂടി ഈ സമയത്തുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിനും കുറച്ചു സ്പീഡ് കുറച്ചൊക്കെ തന്നെയാണ് ഓടുന്നത്. അതിനിടക്ക് പേര് കേട്ട പല നദികളൊക്കെ കുറുകെ നമ്മളിങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ പേരെന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. അതേപോലെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മധ്യപ്രദേശിൽ, അതേപോലെ നമ്മളിപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ യാത്രയിൽ നമ്മൾ ഒരുപാട് പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ സ്ഥലങ്ങളും ഈ പ്രദേശങ്ങളൊക്കെ കടന്നിട്ട് നമ്മൾ പോകുന്നുണ്ട്. वैष्णो देवी कटरा पूर्व जाने वाली हिमसागर एक्सप्रेस प्लेटफॉर्म नंबर 2। അങ്ങനെ നമ്മുടെ ജമ്മുതാവി എക്സ്പ്രസ് മഹാരാഷ്ട്രയും മധ്യപ്രദേശും കടന്ന് ഉത്തർപ്രദേശിൻ്റെ ഏതൊരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിലാണ് യാത്ര എന്നുള്ളതുകൊണ്ട് നമ്മളൊരു റോഡ് ട്രിപ്പ് പോകുന്ന പോലെ നമുക്ക് ഈ സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ ഈ വരുന്ന പ്രദേശങ്ങളുടെ ഒന്നും ഒരു ഗ്രാമീണ കാഴ്ചയോ അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പിൻ്റെ കാഴ്ചയോ ഒന്നും അങ്ങനെയൊന്നും നമുക്ക് വല്ലാതെ കാണാനൊന്നും കഴിയില്ല. നമ്മൾ ഈ റെയിൽ പാലത്തിൻ്റെ ഇരുവശത്തുള്ള പ്രദേശങ്ങളുടെ കാഴ്ചകൾ
മാത്രമേ നമുക്ക് കാണാനും പകർത്താനും കഴിയുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഏറെക്കാലത്തൊരു ആഗ്രഹമായിരുന്നു കാശ്മീർ കാണുക എന്നുള്ളത്. അപ്പോൾ ആ കാശ്മീരിലേക്കുള്ള യാത്രേൻ്റെ ഒരു ത്രില്ല്, അപ്പോൾ കാശ്മീരിനെ കുറിച്ച് നമുക്ക് നമ്മുടെ കേരളക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള ആളുകൾക്കുള്ള ധാരണ അതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാവും, പൊതുവേ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ജമ്മു കാശ്മീരിനെ കുറിച്ച് നമ്മുടെ ഉള്ളിലൊരു ധാരണ പലർക്കും പല രീതിയിലേക്ക്, എന്നാലും പൊതുവായിട്ട് ഒരു ചിത്രം നമ്മളിലുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ രീതികളും കാര്യങ്ങളും കാണാം, ജമ്മു കാശ്മീരിനെ കാണാം. അവിടെയുള്ള പിന്നെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ, ചിത്രങ്ങളും വീഡിയോകളും പല മീഡിയകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നേരിട്ട് കാണാമെന്നുള്ളൊരു ആകാംക്ഷ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ പോണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൻ്റർ സീസണിലേക്കാണ് പിന്നെ ഈ യാത്ര പോകുന്നത്. വിൻ്റർ സീസണിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്പ്രിംഗ് സീസണിൽ അല്ലെങ്കിൽ സമ്മർ സീസണിലെ കാഴ്ചകളാവില്ല നമ്മളെ അവിടെ ഉണ്ടാവുക. അപ്പോൾ കാശ്മീരിലെ മഞ്ഞ് കാണാമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ യാത്ര. അങ്ങനെ ജമ്മു താവി എക്സ്പ്രസ് ഞങ്ങളെ കൊണ്ട് നമ്മളെ 3ാമത്തെ രാത്രിയിലേക്ക് പ്രവേശിക്കുകയാണ്. വൈകുന്നേരമായി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാഴ്ചകൾ കാണാൻ കഴിയില്ല. ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഇരുട്ടിൻ്റെ കാഴ്ചകളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. പക്ഷേ നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഏതാണ്ട് ഒരു 10-11 മണിയാകുമ്പോഴേക്കും നമ്മൾ ജമ്മുവിലെത്തും എന്നുള്ള ഒരു സന്തോഷം കൂടി അതിലുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഉത്തർപ്രദേശ് കഴിഞ്ഞ് ഡൽഹി, ഹരിയാനയും കഴിഞ്ഞ് പഞ്ചാബിലൂടെയാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കധികം ദൂരം പോകാനില്ല. ഇന്ന് ഏതാണ്ട് ഒരു 11-12 മണിക്കുള്ളിലായിട്ട് നമ്മൾ ജമ്മുവിൽ നമ്മുടെ വണ്ടി ഇറങ്ങും. പഞ്ചാബിൻ്റെ ബോർഡർ കഴിഞ്ഞതോടുകൂടി നമ്മളെ മൊബൈലിൻ്റെയൊക്കെ റേഞ്ചുകൾ പ്രീപെയ്ഡ് സിം ആണെങ്കിൽ അത് പോവും. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ്. പോസ്റ്റ് പെയ്ഡ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. പിന്നീട് നമ്മൾ ഇനി ഇവിടെ ഇറങ്ങിയതിന് ശേഷം, ജമ്മുവിൽ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ശ്രീനഗറിലേക്കുള്ള യാത്ര ബസ്സിലാണ്. അപ്പോൾ ഇപ്പോൾ പഞ്ചാബിൻ്റെ മണ്ണിലൂടെ പഞ്ചാബിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നമ്മളെ വണ്ടി നമ്മളെയും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക.
അങ്ങനെ നമ്മുടെ ട്രെയിന് പഞ്ചാബിലെ പത്താൻകോട്ട് റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് കത്വയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൻ്റെ അതിർത്തി സ്റ്റേഷനായിട്ടുള്ള കത്വയിലേക്ക് പ്രവേശിച്ചു. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ ഈ റേഞ്ചിൻ്റെ പ്രശ്നമൊക്കെ വരെ ഇവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ ജമ്മു താവി എക്സ്പ്രസ് ജമ്മു സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ ജമ്മു കാശ്മീരിലേക്ക് നമ്മളെ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ള ബസ്സിലാണ് ശ്രീനഗർ വരെയുള്ള യാത്ര. ഏതാണ്ട് ഒരു 260 കിലോമീറ്ററോളം ഇവിടുന്ന് ബസ്സിന് യാത്ര ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ, കേരളം മുതൽ ജമ്മു വരെയുള്ള യാത്രൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുകയാണ്. നമുക്ക് ബാക്കി കാഴ്ചയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.